പരാതി നിലനിൽക്കില്ല എന്ന നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാങ്കുളത്തിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. യുവതിയുമായുള്ള ബന്ധം ഉഭയസമ്മതത്തോടെയായിരുന്നുവെന്നും പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു മാങ്കുളത്തിന്റെ വാദം. യുവതിയെ മാനസിക സമ്മർദ്ദത്തിലാക്കി മാങ്കുളത്തിൽ പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസിൽ വാദിച്ചത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും 10ഓളം ഇരകൾ വേറെയുണ്ട് എന്നുമാണ് യുവതിയുടെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കുളത്തിൽ ഹൈക്കോടതിയെ സമർപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ ആദ്യ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കുളത്തിൽ MLA-ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കുളത്തിൽ സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉപാധികളോട് തന്നെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുളത്തിൽ MLA-ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അന്വേഷണവുമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കുളത്തിൽ MLA-ക്കാണ് ഇപ്പോൾ ആദ്യ ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇതോടെ 3 കേസുകളും രാഹുൽ മാങ്കുളത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും ഹാജരാകണം എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് രാഹുൽ മാങ്കുളത്തിൽ MLA-ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, അതുപോലെ തന്നെ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം എന്നടക്കമുള്ള കർശന ഉപാധികളോടെയാണ് രാഹുൽ മാങ്കുളത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ കൂടി ഇപ്പോൾ രാഹുൽ മാങ്കുളത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ 3 കേസുകളിലും രാഹുൽ മാങ്കുളത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇരയുമായുള്ളത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും പരാതി രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. എന്നാൽ യുവതിയെ മാനസിക സമ്മർദ്ദത്തിലാക്കി മാങ്കുളത്തിൽ പീഡിപ്പിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നും 10ഓളം മറ്റ് ഇരകളുണ്ട് എന്നതുമാണ് അതിജീവിത കോടതിയിൽ വാദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കുളത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി രാഹുൽ മാങ്കുളത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇതോടെ 3 കേസുകളിലും രാഹുൽ മാങ്കുളത്തിൽ MLA-ക്കെതിരായ 3 കേസുകളിലും രാഹുൽ മാങ്കുളത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളോടെ കൂടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം, എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3 കേസുകളിലും അങ്ങനെ രാഹുൽ മാങ്കുളത്തിൽ MLA-ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യ ബലാത്സംഗ കേസിലാണ് ഹൈക്കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കുളത്തിൽ MLA-ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, എല്ലാ ശനിയാഴ്ചയും ഹാജരാകണം എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണം, ശനിയാഴ്ചകളിൽ ഹാജരാകണമെന്നടക്കമുള്ള ഉപാധികളോടെയാണ് ഹൈക്കോടതി രാഹുൽ മാങ്കുളത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ 3 കേസുകളിലും രാഹുൽ മാങ്കുളത്തിൽ MLA-ക്ക്